ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പിണറായി വിജയൻ ഒരു ദിവസം കിടക്കാനുള്ള കട്ടിലിന്റെ ചെലവ് എന്ന് പറയുന്നത് 1 ലക്ഷം എന്നാ കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. പിണറായി വിജയൻ ഒരു ദിവസം കിടക്കാൻ വേണ്ടി 1 ലക്ഷം രൂപയുടെ കട്ടിൽ മേടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ചെലവഴിച്ച തുക ഒരു രൂപത്തിലും ദേവസ്വം ബോർഡിന്റെ എടുക്കില്ല, ഗവൺമെന്റിന്റെ എടുക്കില്ല, മറിച്ച് മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്ന് തന്നെയാണ്. അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. 1 രൂപ പോലും ദേവസ്വം ബോർഡിന്റെയോ ഗവൺമെന്റിന്റെയോ എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തിട്ടില്ല. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന രൂപത്തിൽ സൂചിപ്പിച്ചു. പക്ഷേ ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ എല്ലാ സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ രേഖകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ഓഡിറ്റർക്ക് അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തട്ടിക്കൂട്ടിയെടുത്ത് ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കാൻ. ഒരു ഓഡിറ്റർ ബില്ല് പരിശോധിക്കാതെയാണ് തയ്യാറാക്കുക എന്നാണോ അങ്ങ് പറയുന്നത്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ആ ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങയുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ കയ്യിലും ഉണ്ട്. ഓഡിറ്റർ കൃത്യമായും വിവിധ ഹെഡുകളിൽ വന്ന ബില്ലുകൾ അനുസരിച്ച് ബില്ലുകളുടെ എമൗണ്ട് അനുസരിച്ചാണല്ലോ ഓഡിറ്റ് ചെയ്യുക, അല്ലാതെ അന്തരീക്ഷത്തിൽ എഴുതി കൂട്ടാൻ പറ്റുമോ? അതായത് ഈ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ചില പ്രപ്പോസൽസ് കൊടുക്കും, എസ്റ്റിമേറ്റ് കൊടുക്കും. ഇവിടെ ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് കട്ടിലിന് ഇത്ര, മുഖ്യമന്ത്രിക്ക് കിടക്കയ്ക്ക് ഇത്ര, അതുപോലെ ഇന്ന പരിപാടിക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വരുന്നുണ്ട്. പണ്ട് നമ്മൾ ഇത് ചൂരൽമല മുണ്ടക്കൈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഗവൺമെന്റ് കൊടുത്ത എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാധ്യമങ്ങൾ, മാതൃഭൂമി ഉൾപ്പെടെ കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു ചില വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ശവസംസ്കാരത്തിന് വേണ്ടി ഇത്ര രൂപ, 90 ദിവസം ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചാൽ. അതുകൊണ്ട് ആധികാരികമായി പറയുന്നു. ഒറ്റ മിനിറ്റ്, ഞാൻ പറയട്ടെ. അല്ല, ഞാൻ പറയട്ടെ. തുടക്കമല്ലേ, നിങ്ങൾ എനിക്ക് എന്റെ ഭാഗത്ത് പറയണല്ലോ. ഒറ്റ ചോദ്യമല്ല, എനിക്ക് ഉത്തരം നിരവധിയുണ്ട്. ഒരു ഓഡിറ്റർ എസ്റ്റിമേറ്റ് ആണോ ഓഡിറ്റ് ചെയ്യുക? അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് ചോദ്യം ഒറ്റ ചോദ്യം ഉള്ളായിരിക്കാം, പക്ഷെ എനിക്ക് ഉത്തരം നിരവധിയുണ്ട്. കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്ത് വന്നത് എന്റെ പാർട്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ മാത്രമല്ല വന്നിരിക്കുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നിങ്ങൾ മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിരുന്നല്ലോ, നന്ദഗോവിന്ദം ഭജനം. ആ ഭജന നടത്തി, ആ ഭജനം നടത്താതെ പൈസ വാങ്ങിച്ചു എന്നതുൾപ്പെടെ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെ നിരവധി വാർത്ത കൊടുത്തല്ലോ. നടത്തിയിട്ടില്ല. ആരാ നടത്തിയെന്ന് പറഞ്ഞത്? എസ്റ്റിമേറ്റിന്റെ ഭാഗമായി ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങ് കണ്ടോ? ആ പരിപാടി ആരാ പറഞ്ഞത്? വിജയൻ അസോസിയേറ്റ്സ് ആണ് പറഞ്ഞത്. ഞാൻ റിപ്പോർട്ടൊക്കെ കണ്ടു. എന്താ പാർട്ട് ജെ കൾച്ചറൽ ഇവന്റ്സ് നന്ദഗോവിന്ദം വിജയൻ അസോസിയേറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ് അഭിലാഷേ, ഒറ്റ മിനിറ്റ് വായിക്കൊന്നും വേണ്ട, എനിക്കറിയാം. അല്ല, താങ്കൾ ഒരു മിനിറ്റ് ക്ഷമിക്കൂ മിസ്റ്റർ. ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഒരു അസോസിയേറ്റ് മെമ്പറെ ഈ ചാനൽ ചർച്ചയിൽ എടുത്തിട്ട് ചോദ്യം ചോദിക്കേ. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന എന്റെ പാർട്ടിയാണ്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കും, ഞാൻ പറയാം. ദേവസ്വം ബോർഡ് 17 ശബരിമല കമ്മീഷണർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞാൻ ആ ഓഡിറ്റ് റിപ്പോർട്ടാണ്. താങ്കൾ ചോദിച്ചില്ലേ നന്ദഗോവിന്ദം ഭജൻസിന്റെ നടക്കാത്ത ഗാനമേളയുടെ, നടക്കാത്ത ഭജനയുടെ പൈസ നിങ്ങൾ എവിടുന്ന് കൊടുത്തു? നോക്കൂ സാർ, ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 8 ലക്ഷം കൊടുത്തു എന്ന് ആരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓഡിറ്ററാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ഒരു ഭജന നടന്നിട്ടില്ല, നന്ദഗോവിന്ദം ഭജൻസ് അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. ഇതിൽ ആരെയാണ് സാർ കുറ്റം പറയുന്നത്? മാതൃഭൂമിയാണോ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതാണ് ചോദിച്ചത്. ഈ ഓഡിറ്റർ എന്ന് പറഞ്ഞ വ്യക്തി, ആ മഹാൻ, ഒരു തരത്തിലും ഒരു ഫയലും പരിശോധിക്കാതെ, ഒരു ബില്ലും പരിശോധിക്കാതെ, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ, ദേവസ്വം ബോർഡുമായിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കാതെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് മുന്നിൽ തന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കി വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് എന്ന് വെരിഫൈ ചെയ്യാതെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. ഇതേ വാദം തന്നെയാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞങ്ങളുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വരവ് ചെലവ് കൃത്യമായിട്ടുണ്ട്, ഓരോ ബില്ലുമുണ്ട്. ഞങ്ങൾ അത് 17/2/2026 വെരിഫൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതുകൊണ്ട് we are not aware about this auditor report which was filed before the honorable high court എന്ന് തന്നെയാണ് പറഞ്ഞത്.
കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നോ. ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു രീതിയുണ്ട്. എന്റെ കയ്യിൽ കിട്ടിയ കണക്ക് ഇത്ര, എനിക്ക് പോയി പരിശോധിക്കാൻ സമയം കിട്ടിയില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, ഫയൽ നോക്കാൻ പറ്റിയില്ല. പക്ഷെ കോടതി 45 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തട്ടിക്കൂട്ട് റിപ്പോർട്ട് തരിക എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് ഹാജരാക്കിയവരോട് നിങ്ങൾ ചോദ്യം ചോദിക്കുക. ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി തട്ടിക്കൂട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വാർത്തകളൊക്കെ വരുന്ന വിഷയം ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ് ചോദ്യം ചോദിക്കാനായി. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇവിടെ ഇപ്പോ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ആ കണക്കുകൾ തെറ്റാണ്, ഓഡിറ്റർക്ക് തെറ്റ് പറ്റിയതാണ്, ഓഡിറ്റർ മര്യാദയ്ക്ക് നോക്കി കണക്കെഴുതാത്തത് കൊണ്ട് വന്ന പൊരുത്തക്കേടുകളാണ്, അല്ലാണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതാണ് സർക്കാർ പക്ഷം. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കുമാർ പറയുന്നത് ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തെറ്റുപറ്റിയിരിക്കുന്നത് അതിന്റെ ഓഡിറ്റിംഗ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിനാണെന്നാ തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണ് വ്യാജ കണക്കുകൾ ഉണ്ടാക്കുന്നത്. അത് പിണറായി വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണെന്നേ ഇത് കാണുന്ന ആളുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കില്ലേ. ഈ പറയുന്ന ഇന്ന് CPM ഈ വിഷയത്തിൽ പ്രതിരോധിച്ച മന്ത്രിയോ സംസ്ഥാന സെക്രട്ടറിയോ ഇത് പറയുന്നില്ല. അവർ പറയുന്ന വാദം എന്താ? അവർ പറയുന്നത് ഇത് നടത്തിയത് ദേവസ്വം ബോർഡാണ്. ഞങ്ങളുമായി ബന്ധമില്ല, ദേവസ്വം വകുപ്പുമായി ബന്ധമില്ല. ഈ ദേവസ്വം ബോർഡുമായി ആവർത്തിച്ച് ബന്ധമില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം എന്താ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, ഇത് വളരെ കൃത്യമല്ലേ? ഇപ്പൊ ദേവസ്വം ബോർഡുമായി ബന്ധമില്ല എന്നൊക്കെ സാങ്കേതിക വെച്ച് പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിന്റെ അംഗങ്ങളൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണെന്ന് ആർക്കറിയാത്തത്? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ആകാശത്തിൽ നിന്ന് ഒരു ദിവസം പൊട്ടി വീണതാണോ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്? എല്ലാ കാലത്തും ആര് ഭരിച്ചാലും ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള അതിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അതാത് കക്ഷികളുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് അല്ലേ? പക്ഷെ അത് പറയുന്നതിന് പോലുമുള്ള ആത്മവിശ്വാസം ഇവർക്കില്ലാന്നേ. ഇപ്പൊ ദേവസ്വം ബോർഡുമായി ഇവർക്ക് ബന്ധമില്ലെങ്കിൽ ഈ പരിപാടി എന്ത് പറഞ്ഞ് നടത്തിയത്? ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ പറഞ്ഞ എന്താ? ആഗോള തലത്തിൽ ശബരിമലയെ ആഗോള ശ്രദ്ധയുടെ കേന്ദ്രമാക്കി മാറ്റുമെന്നാ. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. പക്ഷെ ഈ പരിപാടി ശബരിമലയ്ക്ക് വേണ്ടി നടന്ന PR വർക്കാണോ? ഇത് പിണറായി വിജയന് വേണ്ടി നടന്ന PR വർക്കല്ലേ? ഈ അയ്യപ്പ സ്വാമിയുടെ ഒരു ചെറിയ ചിത്രം സ്റ്റാമ്പ് സൈസ് വെച്ച് അപ്പുറത്ത് ഭീമാകാരമായ പിണറായി വിജയന്റെ ചിത്രം പ്രതിഷ്ഠിച്ച് നടത്തിയിരിക്കുകയാണ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. അയ്യപ്പ സന്നിധാനത്ത് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാന്നേ, പിണറായി വിജയനെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യാൻ നടത്തിയ പരിപാടിയാണ്. ഇത് വളരെ കൃത്യമായ ഇതിന്റെ മോട്ടീവ് എന്ന് പറയുന്നതേ കറപ്റ്റഡ് ആണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതിന്റെ നടത്തിപ്പല്ല, മോട്ടീവേ കറപ്റ്റഡാ. ഇവിടെ പിണറായി വിജയനെ ബ്രാൻഡ് ചെയ്യാൻ കേരളത്തിലെ വിശ്വാസികളുടെ രക്ഷാപുരുഷൻ എന്ന് പറയുന്നത്, വിശ്വാസികളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്നാ ഇവർ പറഞ്ഞു വെക്കുന്നത്. ബുദ്ധനാണ് സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ദൈവമായി ആരാധിക്കുന്ന ആളെന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബാണെന്നേ. ഇപ്പൊ വളരെ കൃത്യമായി കാര്യങ്ങൾ പുറത്തു വരിക. ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോ ഇതൊക്കെ ഓഡിറ്റിങ്ങിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ ഇവർ വിചാരിച്ചാൽ നടക്കുമോ? ഇപ്പൊ ഏറ്റവും അവസാനം വന്നത് എന്താ? പിണറായി വിജയൻ ഒരു ദിവസം കിടക്കാനുള്ള കട്ടിലിന്റെ ചെലവ് എന്ന് പറയുന്നത് 1 ലക്ഷം എന്നാ. ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിതയുണ്ട്, ചന്ദനക്കട്ടിൽ. വെമ്പല നാട്ടിലെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണം, അത് സാംബശിവൻ കഥാപ്രസംഗമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക പിണറായി വിജയൻ ഒരു ദിവസം കിടക്കാൻ വേണ്ടി 1 ലക്ഷം രൂപയുടെ കട്ടിൽ മേടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി, ആരും കണ്ടില്ല. വാ, അദ്ദേഹത്തിന്റെ ചെലവ് ഈ സംഗമം നടത്തുമ്പോൾ താമസിക്കുന്ന ഹോട്ടലുകൾ എവിടെയാ? കുമരകത്ത്, മൂന്നാറിൽ. അപ്പൊ ഇത് ശബരിമലയ്ക്ക് വേണ്ടിയേ അല്ല, വലിയ തൂർത്താണ്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.